ഈ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർ ആഭ്യന്തരമായി നടത്തിയിട്ടുള്ള നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. യഥാർത്ഥത്തിൽ CPIM പറയുന്നത് ഭരണ തുടർച്ച ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നില്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല, ശബരിമല വിഷയം ബാധിച്ചിട്ടില്ല, ന്യൂനപക്ഷങ്ങൾ അകന്നു പോയിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷേ ആ പാർട്ടിയിലെ മറ്റു ഘടകങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആ പാർട്ടിക്കുള്ളിലെ കീഴ്ഘടകങ്ങൾക്ക് ഇതേ നിരീക്ഷണമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? അഭിലാഷ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയത്. അതിനുമുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന അന്ന് തന്നെ ശനിയാഴ്ച തന്നെ CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ ചെറിയൊരു വിശകലനങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി ചേർന്ന് ഈ പരാജയ കാരണങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയത്. അതിനൊടുവിലാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായെന്ന വിലയിരുത്തൽ വരുമ്പോൾ അങ്ങനെയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ അഭിലാഷ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മലപ്പുറത്ത് 10 ലക്ഷം വോട്ടുകൾ കിട്ടി? മലപ്പുറത്ത് ഒരു വിഭാഗവും ഇടതുമുന്നണിക്ക് എതിരായി പ്രവർത്തിച്ചിട്ടില്ല, അങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി ഒരു കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചില്ല. പക്ഷേ SDP ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെയുള്ള തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ കോൺഗ്രസിനും UDF-നും വേണ്ടി ക്യാമ്പയിൻ ചെയ്തു, അണിനിരന്നു എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് വോട്ട് പോയതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നടങ്കം ഇടതുമുന്നണിക്ക് എതിരെ വരുമായിരുന്നെങ്കിൽ എങ്ങനെ മലപ്പുറത്ത് ഇത്രയധികം വോട്ടുകൾ കിട്ടുമായിരുന്നു? ശബരിമല സ്വർണ്ണ കൊള്ളയാണ് മറ്റു പ്രധാന ചർച്ചാ വിഷയമായി ഏറ്റവും മുന്നണി നിർത്തിയ വിഷയം. സർക്കാരിനെതിരായ വികാരങ്ങൾക്ക് അപ്പുറത്തേക്ക്, ഭരണവിരുദ്ധ വികാരത്തിനപ്പുറത്തേക്ക്, സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിനപ്പുറത്തേക്ക് കോൺഗ്രസും BJP-യും ശക്തമായി, UDF-ഉം BJP ശക്തമായി ഉയർത്തിക്കാട്ട വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വിലയിരുത്തൽ വന്നു. പക്ഷെ അതും CPM തള്ളുകയാണ്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രചരണം ഉണ്ടായത്, പക്ഷേ അതും ആ രീതിയിൽ ഏശിയിട്ടില്ല. അതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് അയ്യപ്പന്റെ ജന്മനാടായി വിശ്വസിക്കപ്പെടുന്ന പന്തളം നഗരസഭയിൽ BJP ഭരണം നിന്ന നഗരസഭയാണ്. അവിടെ ഇടതുമുന്നണി വലിയ രീതിയിൽ മുന്നോട്ട് വന്നു. കുളനടയും അതുമായി ബന്ധപ്പെട്ട ആ ഭാഗങ്ങളിലുമൊക്കെയുള്ള ചില പഞ്ചായത്തുകൾ ആ ഭാഗത്തൊക്കെ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈയുണ്ടായി, CPM മേൽക്കൈയുണ്ടായി. അതുകൊണ്ട് തന്നെ ശബരിമല ആ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. ശബരിമല ഇമ്പാക്ട് ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ BJP ഇങ്ങനെ ഒരു വിജയമാണോ നേടാൻ പോകുന്ന ചോദ്യമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നത്. BJP ഇതിലും വലിയ വിജയം സ്വാഭാവികമായും ശബരിമല ഇങ്ങനെ എത്ര വലിയൊരു പ്രശ്നം സർക്കാരിന് വികാരമായി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു. ക്ഷേത്ര നഗരങ്ങളിലടക്കം കൊടുങ്ങല്ലൂരൊക്കെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാലമൊക്കെ ഉൾപ്പെടുന്ന തിരുവനന്തപുരത്തെ നഗരങ്ങളെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം അതിന് മറ്റു ചില കാരണങ്ങളാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടാകാൻ, കോൺഗ്രസിന് വലിയ മുന്നേറ്റവും BJP വിജയം ഉണ്ടാകാൻ കാരണം BJP കോൺഗ്രസ് കൂട്ടുകെട്ട്, അതൊരു സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടുകെട്ടല്ല, അല്ലാതെ ഒരു കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു. 41 സീറ്റുകളിൽ 1000 താഴെ സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. BJP ജയിച്ച സീറ്റുകളുടെ കണക്കാണ് അവർ പറയുന്നത്. പലയിടങ്ങളിലും നിസ്സാര വോട്ടിന് CPM തോൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഇടതുമുന്നണി യോഗത്തിലെ നേതാക്കൾ ഇവിടേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശബരിമലയും ആ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല. ഇത് പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ്. വിശദമായ വിശകലനങ്ങളിലേക്ക്, വിലയിരുത്തലുകളിലേക്ക് CPM കടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ മാസം അവസാനം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗമൊക്കെ ചേരുന്നുണ്ട്. അതിനു മുമ്പ് ജില്ലാ സെക്രട്ടേറിയറ്റുകളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ഈ ആഴ്ചകളിൽ തന്നെ ആരംഭിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിൽ കൈമാറും. അതിനുശേഷമാകും അത്തരം വിശദമായ ചർച്ചകളിൽ CPM കടക്കുക. പക്ഷേ ഈ പ്രാഥമിക ചർച്ചയിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയത് ഈ 3 കാരണങ്ങളും ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി, UDF അനുകൂലമായി കേന്ദ്രീകരിച്ചു എന്ന വാദത്തെ തള്ളുന്നു CPM. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, അതും CPM തള്ളിക്കളയുന്നു. അതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്നതുപോലെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് CPM ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് CPM-ന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഒരു കാര്യം കൂടി, എന്നിട്ടും എന്തുകൊണ്ട് തോൽവി എന്നൊരു ചോദ്യമുണ്ട്. അതിന് CPM-ന്റെ മറുപടി വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. വലിയ പ്രചരണങ്ങൾ സർക്കാരിനെതിരെ വന്നപ്പോഴും പിടിച്ചു നിന്നു. അടിത്തറ ഭദ്രമാണ്. സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നത്, രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച്, രാഷ്ട്രീയ പാറ്റേൺ അനുസരിച്ച് വോട്ട് ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തുകളിലാണ്. ആ ജില്ലാ പഞ്ചായത്തുകളിൽ CPM നേരത്തെയുള്ള മേൽക്കൈയില്ലെങ്കിൽ പോലും മോശമാക്കിയിട്ടില്ല, പിടിച്ചു നിൽക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ വോട്ടുകൾ ഇപ്പോഴും ഇടതുമുന്നണിക്കൊപ്പമാണ്. രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണ്. തിരുവനന്തപുരം നഗരസഭയിലെ കണക്കെടുത്താൽ പോലും നഗരസഭയിൽ മുന്നിൽ വന്ന BJP-യേക്കാൾ വോട്ട് കണക്കിൽ CPM-ആണ്, ഇടതുമുന്നണിയാണ് മുന്നിൽ. രണ്ടാമത് BJP, മൂന്നാമത് UDF-ഉമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ജില്ലയിൽ 14 നിയമസഭാ സീറ്റുകളിൽ 10 LDF ഉണ്ട്, 2 BJP, 2 UDF എന്നതാണ് സ്ഥിതി. നിലവിലത് CPM വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന ജില്ലയാണ്. 13
CPM-ന്റെ MLA-മാരുള്ള ജില്ലയാണ്. അതിനും ആ കണക്കുകൾക്കും അപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായി നോക്കിയാൽ പോലും 58 മുതൽ 60 വരെ സീറ്റുകൾ CPM-ന് ഒപ്പമാണ്. ഇനി അങ്ങനെ വന്നാൽ തന്നെ 15 സീറ്റുകൾ മാത്രമാണ് ഒരു തുടർഭരണത്തിലേക്ക് എത്താൻ CPM-ന് ഇപ്പോൾ തന്നെ അധികം ആവശ്യമുള്ളത്. അത് ചില മണ്ഡലങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഉദുമ അടക്കമുള്ള മണ്ഡലങ്ങൾ ഒരു കാരണവശാലും തൃക്കരിപ്പൂർവൊക്കെ CPM പിന്നിൽ പോകാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. എങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ വിലയിരുത്തലുണ്ടാകും, പരിശോധനകളുണ്ടാകും, കൂടുതൽ വിശകലനങ്ങളുണ്ടാകും. അതിനുശേഷം എന്താണ് പരാജയ കാരണമെന്ന് വിലയിരുത്തി തിരുത്താനുള്ള സമയം ഇനിയും തങ്ങൾക്ക് മുന്നിലുണ്ടെന്നൊരു ശുഭപ്രതീക്ഷയാണ് CPM നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. യെസ്, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് CPM പങ്കുപുലർത്തുന്നത്. അതുമാത്രവുമല്ല, ചില ചരിത്രവും കൂടി അവരൊക്കെ ഈ സൈബർ ഹാൻഡിലുകളിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അതായത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ വലിയ മുന്നേറ്റം UDF നടത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അതായിരുന്നില്ല സാഹചര്യം. അതുകൊണ്ട് തന്നെ 2026 ഒരിക്കൽ കൂടി ചുമപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം ആണ് CPIM വെച്ച് പുലർത്തുന്നത്. അതുമാത്രമല്ല, മൂന്നാം ടേമിലും ഇടതുപക്ഷം എന്നുള്ളതാണ്. എന്നാൽ CPIയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ നിരീക്ഷണം? ഒരിക്കലുമല്ല. CPIയെ സംബന്ധിച്ചിടത്തോളം CPIM നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള നിരീക്ഷണം തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് നോക്കൂ, ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിച്ചു എന്നാണ് CPI വിലയിരുത്തുന്നത്. അതായത് 10 വർഷത്തെ ഭരണം, ആ ഭരണത്തിന് ജനങ്ങൾക്കിടയിൽ ഒരു മടുപ്പ് ഉണ്ടായിട്ടുണ്ട്. പല ജനക്ഷേമ പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോൾ പോലും ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയായിരുന്നു ക്ഷേമ പെൻഷൻ 2000 ഉയർത്തിയത്. 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകുന്നു. പക്ഷേ ഇതൊന്നും ജനങ്ങൾ അംഗീകരിച്ചില്ല. M.M. മണിയുടെ ഭാഷ നമ്മൾ കേട്ടതുകൂടിയാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തു തന്നെയായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് CPIM-ന്റെ ആദ്യത്തെ തന്നെ നിരീക്ഷണം എന്നാണ് വിലയിരുത്തേണ്ടത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം CPIയിൽ നിന്ന് ഉയരുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. അത് നമുക്കറിയാം, ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ഘട്ടം മുതൽ നിലനിൽക്കുന്ന ഒരു ആക്ഷേപമാണ്. അതായത് മുന്നണികൾക്ക് ഒന്നും വലിയ സ്വാതന്ത്ര്യമില്ല, എല്ലാ തീരുമാനങ്ങളും മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ഒരു ഒറ്റയാൾ പട്ടാളമായി ഒറ്റയാൾ പട്ടാളം എന്ന നിലയിലുള്ള റോൾ ആണ് വഹിക്കുന്നത്. അവിടെ മറ്റുള്ളവർക്കൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതല്ല എങ്കിൽ അവരുടെ നിലപാടുകൾക്ക് കാര്യമായ പ്രസക്തി ഇല്ലാതാകുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു വൺ മാൻ ഷോ നടക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ CPIയിലെ കീഴ്ഘടകങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന ഒരു ആക്ഷേപമാണ്. ഇത്തവണ എന്തായാലും അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് CPI എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം. അവിടെ CPIM പറയുന്നത് അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളൊന്നും തങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ മുൻഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നതിൽ ചില പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷേമ പെൻഷൻ പോലെയുള്ള പദ്ധതികൾ വളരെ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അത് ജനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു, ഏതൊക്കെ വിഷയങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ്. അടുത്തതായി നമ്മൾ സൂചിപ്പിച്ച കാര്യം എന്നത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. ഇവിടെ CPI നിരീക്ഷിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു കേന്ദ്രീകൃത സ്വഭാവമുണ്ടായി. ഒരേ സ്വഭാവത്തോടുകൂടി ഈ വോട്ടുകൾ CPIയിൽ നിന്നും അല്ലെങ്കിൽ CPIയിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നുമൊക്കെ അകന്നു നിന്നു എന്നുള്ളതാണ്. അതിന് കാരണം നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ പല വിഷയങ്ങളുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, ന്യൂനപക്ഷങ്ങൾക്ക് അധികമായ പ്രീണനം ഉണ്ടാകുന്നു, ആ പ്രീണനം തിരിച്ചടിയാകുന്നു എന്നൊക്കെ ഒരു നിരീക്ഷണത്തിൽ പിന്നീട് സർക്കാർ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ നിലപാടുകളിൽ മാറ്റം വരുത്തി. ആ കേന്ദ്രീകരണം ആർക്കാണ് ഗുണം ചെയ്തത് എന്നതുകൂടി CPI വിലയിരുത്തുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിനും ലീഗിനും ഒപ്പം നിന്നു എന്നാണ് CPIയുടെ വിലയിരുത്തൽ. അതായത് വളരെ കൃത്യമായി CPI പറയുന്നത് ഈ വോട്ടുകൾ കോൺഗ്രസിനും ലീഗിനും ഒപ്പം നിൽക്കുമ്പോൾ അവിടെ വലിയ നഷ്ടം സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിനാണ് എന്ന നിരീക്ഷണത്തിലേക്കാണ് CPI എത്തിയിട്ടുള്ളത്. ഇതാണ് ഇതിലെ വൈരുദ്ധ്യം. അതായത് ഒരു ഭാഗത്ത് CPIM പറയുന്നു ഭരണ തുടർച്ച ഏതെങ്കിലും തരത്തിൽ മുരടിപ്പുണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന്. CPI പറയുന്നത് അങ്ങനെയല്ല. അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ അകന്നുപോയിട്ടില്ല എന്ന് പറയുന്നു. CPI പറയുന്നത് അങ്ങനെയല്ല. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ CPIM-ൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ നേരെ വിപരീതമായ നിരീക്ഷണം ആണ് ഉള്ളത്.